കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടോ UDF അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടോ അന്നൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കരുണാകരനൊക്കെ ഭരിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ രൂപത്തിൽ സംഭവിച്ചിരുന്നു എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഇപ്പോൾ ചാരക്കേസ് വന്നത് നിങ്ങൾക്കറിയാം. അതിനു മുമ്പ് തിരുത്തൽ വാദവുമായിട്ട് MA ഷാനവാസും G കാർത്തികേയനും രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടി കേരളം മുഴുവൻ നടന്ന് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയും അതിൽ കരുണാകരനെതിരെ പ്രസംഗിക്കുകയും ചെയ്തതൊക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് എല്ലായ്പ്പോഴും തന്നെ വലിയ മുഖ്യമന്ത്രിമാർക്കെതിരെയൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെതിരെ സതീശനടക്കം കടുംവെട്ട് സർക്കാരാണ് എന്ന് പറയുന്ന പരാമർശം നടത്തിയതും അവിടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും അതുപോലെ മദ്യമുതലാളിമാരുമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ VM സുധീരൻ ഉയർത്തിയിട്ടുള്ള കലാപങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ മദ്യശാലകളിലെല്ലാം തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഈ ഒരു സർക്കാർ അധികാരമേറ്റെടുത്ത് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിക്കുക അത്ര സാധാരണമല്ല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരാണെങ്കിൽ പോലും. പക്ഷേ VD സതീശൻ അതിലും റെക്കോർഡ് ഇട്ടിരിക്കുന്നു. കാരണം അദ്ദേഹം വന്ന് ഏതാണ്ട് 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്കെല്ലാം അറിയുന്ന പോലെ ബെക്കാഡി കമ്പനികൾക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ VM സുധീരൻ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് 41 മിനിറ്റോളം ഹൈക്കമാൻഡിനോട് സംസാരിച്ച VM സുധീരൻ തന്നെ കലാപക്കൊടി ഉയർത്തുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം അതൊന്ന് കെട്ടടങ്ങിയതിന് ശേഷം അതിൽ നിന്നൊന്നും സതീശൻ സർക്കാർ പിന്നോട്ട് പോയില്ല. കാരണം ബെക്കാഡിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണെങ്കിലും പൂർത്തീകരിച്ചേ പറ്റുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതിനൊക്കെ ശേഷം യഥാർത്ഥത്തിൽ വീണ്ടും ഇപ്പോൾ ഒരു വലിയ കലാപത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് നമുക്കറിയാം PM നിവാസ് ശേഷാദ്രിനാഥനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കലാപം ഉയർത്തുകയും ചാനലിലൊക്കെ ചർച്ച വരികയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഈ സംഘപരിവാർ നേതാക്കന്മാരായിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ RV ബാബു, ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവും അതുപോലെ ശശികലയും ഒക്കെ കണ്ടതുമായി ബന്ധപ്പെട്ടും ഷാജൻ സ്കറിയയെ കണ്ടതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ അനൂപൊക്കെ തന്നെ, അതായത് തൃശ്ശൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും ഔദ്യോഗിക വക്താവായിട്ടുള്ള അനൂപൊക്കെ തന്നെ വലിയ കലാപക്കൊടി ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KSUവും സതീശനും തമ്മിൽ നേർക്കുനേരെ നിൽക്കുന്നത്. അതിൽ അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ സീറ്റൊന്നും കിട്ടിയില്ല. ആ പരിഭവമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ഉയർത്തിയ പ്രശ്നം വളരെ കൃത്യമാണ്. ശരത് എന്ന് പറയുന്ന പണ്ട് SFIയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ, SFIയുടെ അല്ല സംഘപരിവാറിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഗവൺമെൻറ് പ്രീഡറായി നിയമനം കിട്ടിയിരിക്കുന്നു. ഞങ്ങളെ തല്ലാൻ വേണ്ടി കൂട്ടുനിന്നിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൈയടിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ നിങ്ങളെന്തിന് നിയമനം കൊടുക്കുന്നു എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് അലോഷ്യസ് സേവ്യർ എടുത്തിട്ടുള്ളത്. അദ്ദേഹം അത് മാധ്യമങ്ങളിലൂടെ തന്നെ തുറന്നു പറയുകയും വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉയർത്തുകയും ചെയ്തു. അതുകൂടാതെ നമുക്ക് പരിചയക്കാരനായിട്ടുള്ള ജിൻഡോ ജോണുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ എഴുതി വിട്ടു. ഇങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ KSUവിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നൊക്കെ ഇവർക്കെതിരെയുള്ള വിമർശനങ്ങളുമായി രംഗത്തേക്ക് വന്നേക്കാണ്. ആ രംഗത്തേക്ക് വന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ വെച്ച് അദ്ദേഹം VD സതീശനെ ക്ഷണിച്ചിരുന്നില്ല. പകരം അവിടെ KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, VM സുധീരൻ ഉണ്ടായിരുന്നു. VM സുധീരൻ KSUവിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്കറിയാം KC വേണുഗോപാലും KSU വലിയ നേട്ടങ്ങളുണ്ടാക്കിയ ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വരികൾക്കിടയിലൂടെ വായിച്ചാൽ എല്ലാം വ്യക്തമാകും. വളരെ കൃത്യമായി VD സതീശനെതിരെ ഒരു പടയൊരുക്കം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നു. അതിലിപ്പോൾ കാലാളുകളാണെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ മെയിനായിട്ടുള്ള ആളുകൾ കൂടി പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ തേവര കോളേജിൻ്റെ ഒരു ആലുമിനി മീറ്റിൽ വെച്ചിട്ട് VD സതീശൻ അവിടെ പഠിച്ചതാണ്, അലോഷ്യസ് സേവ്യർ അവിടെ പഠിച്ചതാണ്. ഇവർ രണ്ടുപേരും അടങ്ങുന്ന ഒരു ചടങ്ങിൽ VD സതീശൻ പ്രസംഗിച്ചിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലെ നിരയിൽ തന്നെ അലോഷ്യസ് സേവ്യർ ഉണ്ടായിരുന്നു. പക്ഷേ അലോഷ്യസ് സേവ്യറിനെ അദ്ദേഹം കണ്ടില്ല, അല്ലെങ്കിൽ കാണാത്ത ഭാവം നടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം സംസാരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ പോലും CMA എന്ന് വിളിച്ചിട്ട് പോലും അത് കേൾക്കാതെ, അല്ലെങ്കിൽ കേൾക്കാത്ത മട്ടിൽ അദ്ദേഹം നിഷ്കരണം അവരെ തള്ളിക്കൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൊന്നും വലിയ അതിശയമൊന്നുമില്ല. കാരണം കോൺഗ്രസിനകത്ത് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ വിനയത്തിൻ്റെയും അതുപോലെ തന്നെ സഹിഷ്ണുതയുടെയൊക്കെ ആളായി അറിയപ്പെട്ടിരുന്ന VD സതീശൻ താൻ അങ്ങനെയൊന്നുമല്ല എന്നുള്ളത് ഏതാണ്ട് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് തൊട്ടുമുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ PM നിയാസ്, അദ്ദേഹം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ വാർ റൂമിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഒരാളാണ്.
10-25 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങി പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ നിരന്തരമായി എല്ലാ ദിവസവും വൈകുന്നേരം സതീശനും അതുപോലെ മറ്റ് നേതാക്കന്മാരും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ ശേഷാദ്രിനാഥനെതിരെ പരാതി പറഞ്ഞതിന് ശേഷം അദ്ദേഹം സമയം ചോദിച്ചിട്ട് പോലും മുഖ്യമന്ത്രിയെ കാണാൻ കൂട്ടാക്കിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ ഇവരെയൊന്നും കണ്ട് ഒരു പൂക്കിച്ചിരി ചിരിക്കാൻ സതീശൻ തയ്യാറല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൽ KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് ഇടപെടുകയും അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തതിന് ശേഷം അലോഷ്യസ് ഏവറിന് ഒരു സമയം കൊടുക്കാം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി സമയം കൊടുത്ത് അദ്ദേഹം കേട്ടതിന് ശേഷം എന്തായിരിക്കാമെന്ന് സംഭവിച്ചാൽ ഒന്നും സംഭവിക്കാറില്ല, ഇതിലൊരു മാറ്റവും ഉണ്ടാകാനില്ല. ഇനി അദ്ദേഹം അകത്തേക്ക് ചെല്ലുമ്പോൾ വല്ല ചീത്തയും പറയോ ഇല്ലെന്നുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, അറിയേണ്ടതുള്ളൂ. പണ്ട് സരിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അനുഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പി സരിൻ അവിടെ ഉണ്ടാവുന്നു. പി സരിനെ ഇദ്ദേഹം കാണാൻ വേണ്ടി വിളിക്കുന്നു. VD സതീശൻ, അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ആ കാണാൻ വേണ്ടി വിളിച്ചതിന് ശേഷം 3 മണിക്കൂർ വെയിറ്റ് ചെയ്യിക്കുന്നു. അതിനുശേഷം 1 മണിക്കൂർ കണ്ടു. പക്ഷേ 1 മണിക്കൂറും തന്നെ ചീത്ത പറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പി സരിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സത്യമാണോ ഇല്ലയെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ശരി, അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് ആയിരിക്കും അലോഷ്യസ് ഏവറിനെയും മിക്കവാറും കാത്തിരിക്കുന്നത്. ഇനി അതല്ല, വളരെ ക്ഷമയോടുകൂടി കേട്ടാൽ പോലും ഇതിൽ പരിഹാരമൊന്നും ഉണ്ടാകാനില്ല. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആളുകളും എന്താണ് പ്രശ്നമെന്നുള്ളതൊക്കെ സതീശൻ അറിയാം. സതീശൻ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ ഭാഗമായി ഇന്ന് അലോഷ്യസ് ഏവറിനെ തള്ളിക്കൊണ്ട് എറണാകുളം DCCയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ നേരിട്ട് കണ്ടിരുന്നു. ഇന്ന് അവർ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഭാരവാഹികളായിട്ടുള്ള ആളുകളും അതുപോലെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ കൂടിയിട്ട്. കാരണം ഇവിടുത്തെ സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ഷിയാസിൻ്റെ കീഴിലാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോയത്. ഷിയാസ് VD സതീശൻ്റെ സ്വന്തം ആൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങൾ കൂടി ഇനി അലോഷ്യസ് ഏവർ അനുഭവിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വന്ന് ഭരണം ഏറ്റെടുത്ത് ഏതാണ്ട് 2 മാസങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ പവർ കട്ട് പരിഹരിക്കാൻ സമയമില്ല, മറ്റു കാര്യങ്ങൾക്കൊന്നും അവർക്ക് സമയമില്ല. പക്ഷെ തമ്മിലടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മാധ്യമങ്ങൾക്ക് വാർത്തകളുടെയും ബൈറ്റുകളുടെയും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയും ഒക്കെ വാർത്തകളുടെ ചാകരയായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഏക സന്തോഷം. അപ്പോൾ പൂക്കിച്ചിരിയില്ലാത്ത ഈ മുഖ്യമന്ത്രി പൂക്കിച്ചിരി ചിരിക്കണമെങ്കിൽ മറ്റേ വേറെ ആളുകളെ കാണണം. നമ്മുടെ KSUവിൻ്റെ ആളുകളൊന്നും കണ്ടാൽ ചിരിക്കില്ല എന്നുള്ളത് അലോഷ്യസ് ഏവറെങ്കിലും പിന്നെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത് എന്താണെങ്കിലും ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തവർക്ക് പ്രത്യേകമായിട്ട് മെമ്പർഷിപ്പ് മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് അതെടുക്കാം. ഇനി അതല്ല, നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ Google Pay നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഈ ചാനൽ നടത്താനല്ല നമുക്ക് ആവശ്യമുള്ളത്. നമ്മളൊരു പുതിയ ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു വലിയ പോരാട്ടമാണ്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അത് ചാനലിൻ്റെ പേരങ്ങനെ ഇടാൻ കാരണം ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. സാറ്റലൈറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗത മാധ്യമങ്ങളൊന്നും നിങ്ങളോട് പറയാത്ത നിരവധി കാര്യങ്ങളാണ് അതിലെ 2 പോഡ്കാസ്റ്റുകളിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പോഡ്കാസ്റ്റ് 1 മണിക്കൂറും 44 മിനിറ്റും ഉണ്ട്. അത് 25,000 പേരിലധികം കണ്ടിരിക്കുന്നു, 12,500 മണിക്കൂറിലധികം കണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കൂടാതെ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് 50 മിനിറ്റാണുള്ളത്. അത് 1,60,000 പേര് കണ്ടിട്ടുണ്ട്. അത് 25,000 മണിക്കൂറിലധികം ആളുകൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഒക്കെ വലിയ സ്വീകരണത്തിന് നന്ദി. പക്ഷേ അത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ആ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കാരണം അത് VD സതീശൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത് എന്നുള്ളതും എന്തിനായിരുന്നു മുസ്ലിം ലീഗ് അതിനുവേണ്ടി ബലം പിടിച്ചത് എന്നുള്ളതും അതിൻ്റെ പിന്നിലെ അണിയറ കഥകളുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ മുടക്കിയ കോടികൾ ആരുടേതാണ് എന്നുള്ളതടക്കം അതൊന്നും കേരളത്തിലെ മറ്റൊരു പരമ്പരാഗത മാധ്യമവും നിങ്ങളോട് പറയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽഡായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. കൂടാതെ നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട. സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.